ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടി ചേരുകയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ പ്ലാൻ ബി സർക്കാർ ഒരുപക്ഷെ ധനമന്ത്രി ബജറ്റ് പ്രഖ്യാപിക്കുന്ന വേളയിൽ പറഞ്ഞപ്പോൾ മറ്റ് ചില വഴികളായിരിക്കും സ്വകാര്യവൽക്കരണം ഉൾപ്പെടെയുള്ളവ എന്നൊക്കെയാണ് ഈ വരുമാനത്തിന് വേണ്ടി കണ്ടെത്തിയിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ അനുമാനിച്ചത്. പക്ഷേ ഈ ബാറുകളുടെ എണ്ണം ഇപ്പോൾ സർവകാല റെക്കോർഡിലാണ്. ഖജനാവ് നിറയ്ക്കേണ്ടത് മദ്യമൊഴുക്കിക്കൊണ്ടാണ് എന്നാണ് പിണറായി സർക്കാരിന്റെ നയം. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് വിലയിരുത്തേണ്ടത്. ഒന്ന്, ബാറുകളുടെ എണ്ണം വർദ്ധിക്കുന്നതോടുകൂടി പാവങ്ങളുടെ ചികിത്സാ ചെലവ് കൂടും, അവർക്ക് വിഷമങ്ങളുണ്ടാകും, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. അതിനുള്ള പ്രതിവിധി എന്നുള്ള നിലയിൽ ഒന്നും ഗവൺമെന്റ് ചെയ്യുന്നില്ല. കാരണം മദ്യം കഴിച്ച് ആളുകളെ ദുർബലരാക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. അപ്പോ ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന എന്താ? ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് കൂടുതൽ പണം കിട്ടണം. ആ പണം കിട്ടുന്നതിന് വേണ്ടി ചൂഷണം ചെയ്യുന്ന ഈ പാവങ്ങളുടെ മധ്യവർഗത്തിൽപ്പെട്ട ആളുകളെയാണ് എന്നുള്ള സത്യം ഈ ഗവൺമെന്റ് ടോട്ടലായിട്ട് മറക്കുകയാണ്. അവർക്ക് എങ്ങനെയും പണം സമ്പാദിക്കുക എന്നൊരു നടപടിയിലാണ് ഗവൺമെന്റ് നിൽക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം, കേരളത്തിലെ മദ്യഷാപ്പുകളുടെ ഒരു റെക്കോർഡ് വർധനമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏത് കാലഘട്ടത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ബാർ ഹോട്ടലുകളുടെ എണ്ണം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ഏറ്റവും കൂടിയിരിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ബാർ ഹോട്ടലുകളുടെ വർധനമുണ്ടായ ഒരു കാലഘട്ടം ഉണ്ടാകില്ല. അതൊന്നും സൗജന്യം കൊടുക്കുന്നതല്ല, അവരുടെ കയ്യിൽ നിന്നൊക്കെ നല്ല തുക വാങ്ങിക്കൊണ്ടാണ് ഇത് കൊടുക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അങ്ങാടിപ്പാട്ടാണ്. അതുകൊണ്ട് ഈ നീതിരഹിത പ്രവർത്തനത്തെ സമൂഹം എതിർക്കണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കൂടിയുണ്ട്. കാരണം ബജറ്റ് അവതരിപ്പിച്ച് ബജറ്റിൽ പോലും പറയാത്ത കാര്യം, നിയമസഭയിൽ പോലും കോൺഫിഡൻസ് എടുത്തുകൊണ്ട് അവിടെ പറയാത്ത കാര്യം, നിയമസഭയ്ക്ക് പുറത്ത് നിയമസഭ സെഷനിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ നടത്തുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ നടപടി പെശകാണ്. ഗവൺമെന്റ് ഒരിക്കലും ചെയ്യരുതാത്തതാണ്. അങ്ങനെ നിയമപരമായി നോക്കിയാൽ, ധാർമ്മികമായി നോക്കിയാൽ ഒരു രൂപത്തിലും ഈ ഗവൺമെന്റ് ചെയ്യരുതാത്ത പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറിയത് മദ്യവർജനം കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടാണ്, വാക്ക് നൽകിയിട്ടാണ്. അതെല്ലാം ഇപ്പോൾ എവിടെ പോയി എന്നുള്ളത് ഒരു കാര്യം. ഈ നയങ്ങളിലെല്ലാം വെള്ളം ചേർക്കുകയാണല്ലോ ഇടത് സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്. ഇവരെല്ലാ കാലത്ത് ചെയ്യുന്ന ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നടപടികളാണ്. മദ്യത്തിന്റെ തോത് കുറയ്ക്കും എന്ന് പറയുകയും ആ തോത് അസാധാരണമായ വിധത്തിൽ കൂട്ടുകയും ചെയ്യുന്ന ഒരു കോൺട്രഡിക്ടറി നിലപാടാണ് ഇവരെടുത്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇവരതിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഘട്ടം ഘട്ടമായി കുറയ്ക്കും എന്നങ്ങ് പറയും. പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താ? അതേസമയം മദ്യവർജനത്തിനു വേണ്ടിയും എക്സൈസ് വകുപ്പിന് ഞങ്ങൾ കൂടുതൽ ശക്തി പകരുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് പരിശ്രമം നടത്തുകയാണ്. അപ്പൊ എങ്ങനെയും പണം സമ്പാദിക്കുക എന്നുള്ള ഒരു ചിന്തയല്ലാതെ ഈ ഗവൺമെന്റിനെ മറ്റൊന്നും ഭരിക്കുന്നില്ല എന്നുള്ളത് ഈ തീരുമാനങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. തീർച്ചയായും വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചതിന്.